മോളുടെ കുലിസെന്തേ? ഇതിപ്പോ എന്തോ കിട്ടുമായിരിക്കും. സ്വർണത്തിനൊക്കെ നല്ല വിലയല്ലേ, കിട്ടും. തികയുമെന്നുള്ള എൻ്റെ പേടി. തികഞ്ഞില്ല നമ്മൾ ഷെയർ ചെയ്യണം. എന്തോ കഴിഞ്ഞ ഓണത്തിന് കൂടെ കിടന്നുറങ്ങിയ പെണ്ണുമ്പിള്ളയുടെ അരഞ്ഞാടം മോഷ്ടിച്ച് വിറ്റട്ടാ ചിലവ് കടത്തിയത് അങ്ങോട്ട്. എന്നാ പിന്നെ അതൊന്നുകൂടെ ചെയ്താൽ പോരെ. അതിൽ പെണ്ണുമ്പിള്ള കൂടെ കിടത്തിയാലല്ലേ അരയെ കിടക്കുന്ന സ്വർണ്ണമാണോ കറുപ്പുകാരടാന്നോ ഒന്ന് അറിയാൻ പറ്റും. ഇപ്പം ഒന്നുമില്ല. എന്താണ് പരിപാടി? ഇത്തവണ യവന്മാർക്ക് ഓണച്ചെലവ് അല്ലാതെ പിന്നെ കുറച്ച് ഓണക്കോടി മേടിക്കണം. ഇതിപ്പം ഈ കാശ് അതിന് തികയോന്നുള്ള സംശയമാണ്. അത് ശരിയാ. നീ ആ സുറുമയിൽ പോയി എടുത്താൽ മതി, അവിടെ വിലക്കുറവുണ്ടാ. അല്ല കരുനാപ്പള്ളി ലാലാൻഷലിലെ കടയില്ലയോ? ഞാൻ ഇന്നലെ അവിടെ പോയായിരുന്നു. നല്ല കളക്ഷനൊക്കെ ഉണ്ട്. നമുക്ക് കാശ് കുറച്ച് ലാഭിക്കാമല്ലോ. ഇങ്ങനെ എന്തു ഈ കുണൂണെന്ന് പറയുന്നത്? അച്ചായ പൈസ കൊടുച്ചായ ഇവരെ തെള്ളൂണു ആശാനെ. വാ. ശരി എന്നാ കാണോ. നിനക്ക് ഇത്ര ശ്രദ്ധയില്ലാതായല്ലോ കൊച്ച്. ഒരു ചെറുക്കൻ എത്ര കഷ്ടപ്പെട്ട് വാങ്ങി തന്നാന്നറിയാവോ? നീ കൊച്ചിനെ എന്തിനായിട്ട് വഴക്ക് പറയുന്നത്? നീ അല്ലേ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത്? നീ എന്റെ തോളിലോട്ട് കയറിക്കോ. ആടെ ഗോപി, ആ സണ്ണി പറയടാ. നിന്റെ അനിയൻ ഇവിടെ വന്നായിരുന്നു. എന്തിന്? ഒരു ഉരുപ്പടി പണയം വെച്ച് കുറച്ച് കാശുമായിട്ട് പോയിട്ടുണ്ട്. പ്ലാൻ മറ്റേത് തന്നെ. അതെന്താടാ? കള്ളുകൂടി അല്ലാതെ. ആണോ? ഓ, ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ശരി ശരിടാ. എന്താ ഏട്ടാ? കണ്ണൻ സണ്ണി എടുത്ത് പണയം വെക്കാൻ ചെന്നു. അപ്പൊ അവനായിരുന്നല്ലേ കൊച്ചിന്റെ കുരിശെടുത്തത്? ഡീ, കണ്ടോ നിന്റെ കൊച്ചിന്റെ സ്വഭാവം? കൊള്ളൻ, അവനെ ഇവിടുന്ന് പറഞ്ഞു വിട്ടേക്കണം. അനുമോളെ ദാ